വിളക്കായി നമ്മളെ നയിച്ചു പോന്നിരുന്ന നമ്മുടെ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളുടെ കൈപിടിച്ച് ഞങ്ങൾ ഉയർത്താൻ ശ്രമിച്ച എൻ്റെയൊക്കെ തന്നെ മുരളി ബാബേട്ടൻ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട CS മുരളി ബാബു നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് വിട്ടുപോയി 13 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അരിയമ്പാടം നാടിൻ്റെ ഒരു വലിയൊരു സംസ്കൃതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബാബേട്ടൻ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുരളികയുടെ പ്രസിഡന്റ് ശ്രീ KV ജോസേട്ടനാണ്. ജോസേട്ടനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഔപചാരികതയുടെ വെളിച്ചത്തിൽ മാത്രമാണ്. നമ്മളെല്ലാവരും കുടുംബാംഗങ്ങളാണ്. ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ജനകീയാസൂത്രണത്തിൻ്റെ ജില്ലാ ഫെസിലിറ്ററും നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അംഗമായ MR അനൂപ് കിഷോറേട്ടനാണ്. അനൂപ് കിഷോറേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണം എന്നുള്ള പദമില്ല. സത്യത്തിൽ ജീവിക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ബാബേട്ടൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമുക്കറിയാം അരിയാമ്പാടത്ത് നിന്ന് പുഴയ്ക്കലിലേക്ക് ബാബേട്ടൻ്റെ താമസം മാറുമ്പോഴും ചില പ്രതിഭകൾ, അതായത് ഒരേ മനസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭകൾ കണ്ടുമുട്ടുക സ്വാഭാവികമാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട പിന്നീടുള്ള സന്തത സഹചാരിയായിരുന്ന നമ്മുടെ ഗീരീശൻ മാസ്റ്ററെയാണ് ഇന്ന് നമ്മുടെ ബാബേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും വേറൊരു പരിപാടിക്ക് പോലും മാഷ് പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ബാബേട്ടൻ്റെ പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ തന്നെ നമ്മളോട് പറയുകയും മാഷിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മാഷ് ചുമതല ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. പൊറനാട്ടുകര ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിലെ ചിത്രകലാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഗിരീശൻ മാസ്റ്ററാണ് ജീവിക്കുന്ന നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗിരീശൻ മാസ്റ്റർ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ദീർഘമായ റിപ്പോർട്ടല്ല, വളരെ ഹ്രസ്വമാണ്. ഒരു വർഷത്തെ ചില പ്രവർത്തനങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തീർക്കുന്ന റിപ്പോർട്ടാണ്. CS മുരളി ബാബുവിൻ്റെ ദീപ്തമായ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ ക്രിയാത്മകമായ തുടർച്ചയ്ക്കും ഒരു വേദി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് 2014 രൂപീകരിച്ചതാണ് മുരളിക ട്രസ്റ്റ്. 2014 ജൂൺ 7 വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ 139/2014 എന്ന നമ്പറിൽ മുരളികയുടെ രജിസ്ട്രേഷൻ നടന്നു. ട്രസ്റ്റിൻ്റെ പ്രസിഡന്റായി KV ജോസിനെയും സെക്രട്ടറിയായി സുരേഷ് ബാബു മാസ്റ്ററെയും വൈസ് പ്രസിഡന്റായി സജീവ് മാസ്റ്ററെയും ട്രഷററായി സൈറ്റ് ജോണിയെയും തെരഞ്ഞെടുത്തു. സാറ ടീച്ചർ നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ അഖില കേരള കവിതാലാപന മത്സരവും നടന്നു. മികച്ച പങ്കാളിത്തവും ഉന്നത നിലവാരവുമുള്ളതായിരുന്നു കവിതാലാപന വേദി. ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ പുസ്തക പരിചയവും പ്രഭൻ വേലു, MR അനൂപ് കിഷോർ എന്നിവർ മുരളി ബാബുവിനെ അനുസ്മരിക്കുകയും ചെയ്തു. വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നതിന്റെ മാതൃകയായിരുന്നു CS മുരളി ബാബു. ആ ജനാത്മകതയിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് മുരളിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നന്ദിയോടെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് മുരളിക ട്രസ്റ്റിൻ്റെ 12ാം വാർഷികവും ബാബു മരിച്ചതിൻ്റെ 13ാം വാർഷികം കൂടിയാണ്. വളരെ ഗംഭീരമായ സദസ്സായിരുന്നു. എണ്ണത്തിലല്ല. നമുക്കറിയാം, മുരളിക ട്രസ്റ്റ് ആരംഭിച്ചതിന് ശേഷം സാഹിത്യവാസന കുട്ടികളിൽ വളർത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള കഥാരാചന മത്സരങ്ങൾ, കവിതാലാപനങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം മത്സരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടത്തി വരാറുള്ളതാണ്. ഇക്കൊല്ലം പൊതുവെ അസുഖ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിപുലമായി അത്തരത്തിൽ നടത്താൻ സാധിച്ചില്ല എന്നുള്ള കേരളം. പക്ഷെ 2 വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ നടത്താമെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചിരുന്നതാണ്. എന്തായാലും അടുത്ത വർഷം വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് തുടരാൻ
ചെയ്യാൻ വേണ്ടി ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നത്. അത് എത്ര കാലം നിലനിൽക്കും എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ട്രസ്റ്റുകൾ കഴിയാതെ ഇരിക്കുന്ന സമയത്താണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിച്ച ഇത് തുടങ്ങിയ സമയം തൊട്ട് കുറച്ച് വർഷങ്ങളാകുമ്പോഴേക്കും എത്ര വേഗമാണ് ലോകം മാറുന്നത്. ഒരു 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ പൊതുവെ ഒരു മുതലാളിത്ത കാലഘട്ടത്തിനകത്ത് സമൂഹത്തെ തന്നെ മാറ്റി നിർത്താൻ കഴിയുന്ന വിധത്തിലേക്കാണ് സാങ്കേതിക വിദ്യകൾ മാറുന്നത്. മുരളി ബാബു മാസ്റ്റർ പറ്റിയിട്ട് എത്ര മണിക്കൂർ പറയാൻ എനിക്ക് പറ്റി. പക്ഷേ അത് പൂർണ്ണമാക്കാനുള്ള ഒരു ശക്തി എനിക്കുണ്ടാകും. കണ്ണു നനയാതെ അദ്ദേഹത്തെ പറ്റി ഒരു പക്ഷെ മുരളി ബാബുട്ട് ഞാൻ വിളിക്കാറില്ല. ബാബു മാഷിനെ സ്നേഹിച്ചിട്ട് എനിക്ക് ഒരുപാട് ചായയും ചപ്പാത്തിയൊക്കെ തന്നു. അതെപ്പോഴും ഒരു 8:30-9 രാത്രി കഴിഞ്ഞിട്ടാണ്. ഒരു ശോഭൻ മാസ്റ്റർ ഒരു ഇൻസുസുക്കി മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഞാൻ പെരുമ്പാവൂർ മാസ്റ്റർ വിളിക്കാൻ പോകും. ഇപ്പോഴേക്കും പെരുമ്പാവൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ജോലി കുറച്ച് വിളിക്കാൻ പോകുന്നത് നാളെ ചെയ്യാം. പെരുമ്പാവൂർ മാസ്റ്റർ പറയുന്നു, മാഷെ ഈ പാടവരംഗത്തുകൂടെ ഞാൻ മാഷ കൊണ്ടുപോകുമ്പോൾ മാഷ എങ്ങനെയാണ് എൻ്റെ പുറകിൽ ധൈര്യമായിട്ടിരിക്കുന്നത്? കാരണം എനിക്ക് കാഴ്ച വളരെ കുറവാണ്. അപ്പൊ മാഷ് പറയാതെ കുഴപ്പമില്ല. അപ്പൊ മാഷോട് ഞാൻ പറയും, ഇപ്പൊ എൻ്റെ 2 കണ്ണുകളായി നിങ്ങൾ പുറകിലിരിക്കുക, ഞാൻ വണ്ടി ഓടിക്കും. ഒരു സങ്കോചവും കൂടാതെ ഈ മനുഷ്യൻ രാത്രി ആശ്രമത്തിൽ വരികയും 10-10:30 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെയൊക്കെ കുട്ടികളെ നാടകം പഠിപ്പിച്ചു. അതേ വണ്ടിയിൽ ഞാൻ അങ്ങനെ വളർന്ന ഒരു വലിയ സ്നേഹം. കാരണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ കഥകളിലായാലും ചിന്തകളിലൊക്കെ ആയാലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൂത്ത മകൾക്ക് സ്നേഹ എന്ന് പേരിടാൻ കാരണം മീരയെ പറ്റി പറയുന്നൊരു വാചകമുണ്ട്. മീര ഭക്തയല്ല, സാക്ഷാൽ മീര ഭക്തയല്ല. ഏറ്റവും മനോഹരമായി ഇംഗ്ലീഷ് പോയിട്ട് ചെല്ലാൻ കഴിവുള്ള ഒരു അസാമാന്യ പ്രതിഭാശേഷി ഭാഷ. കാരണം വിവേകാനന്ദ സ്വാമിജിയെ പറ്റിയുള്ള ഒരു നാടകത്തിൽ വേർഡ്സ്വർത്തിന്റെ എക്സ്കർഷൻ എന്ന കവിത, കാരണം നരേന്ദ്രൻ വിവേകാനന്ദനിലേക്കുള്ള ചുവടുവെപ്പ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അന്ന് ക്ലാസ് എടുത്തിരുന്ന പ്രൊഫസർ വില്യം ഹിസ്റ്റിയാണ് എക്സ്കർഷൻ വിനോദയാത്ര എന്ന കവിതയിലെ ഒരു വാക്ക് ട്രാൻസ്എക്കസ്റ്റസി എന്ന വാക്ക്, 2 വാക്ക്. അപ്പൊ ഭയങ്കര റബലായിരുന്നു.
സ്വാമിജിയുടെ സഹോദരൻ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കമ്മ്യൂണിസ്റ്റത്തോട് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചോദിച്ചിട്ട് പ്രൊഫസർ ഇങ്ങനെ ഈ ട്രാൻസ് എക്കസ്റ്റസി എന്നൊന്നും പറഞ്ഞ് ഞാൻ സമ്മതിച്ചു തരില്ല, അതെന്താന്ന് പറയും. അപ്പൊ അദ്ദേഹം നല്ല ടീച്ചർ, അദ്ദേഹം പറഞ്ഞു കൊടുത്തു അത് വാക്കുകൾക്ക് അതീതമാണ്, ഇത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. മുരളി ബാബു മാസ്റ്റർ സ്നേഹവും നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അന്ന് പറഞ്ഞു നരേന്ദ്രനോട്, നീ കൽക്കത്തയ്ക്ക് പോയിക്കോ, ദക്ഷിണേശ്വരത്തിൽ അവിടെ ഒരു പരമഹംസൻ പറഞ്ഞ ഒരു ഗുരു ഇരിക്കുന്നുണ്ട്, പൊക്കോന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കവിത ഒരു നാടകത്തില്, പിന്നെ ഈ കവിത ആരാണ് ചൊല്ലുക? ഇംഗ്ലീഷ് ആക്സെന്റിൽ വേർഡ്സ്വർത്തിന്റെ പ്രകൃതി മുഴുവൻ അല്ലെങ്കിൽ ധ്യാനാത്മകത മുഴുവൻ അലിഞ്ഞു ചേരുന്ന വിധത്തിൽ അതിന്റെ ഭാവാംശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെയാണ് ആരാണ് ചെയ്യുക? അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചത് ഒരുപക്ഷെ ആര്യമ്പാടത്തിന്റെ വാക്കായിരുന്നു ശ്രീ പ്രിയപ്പെട്ട സഹോദരൻ മുരളി ബാബു മാസ്റ്റർ എന്നുള്ള. സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് ഞാൻ റാഫിക്ക്. ഒരുപക്ഷെ മുരളി ബാബു മാസ്റ്ററുടെ ഈ അകൽച്ച അദ്ദേഹം മറ്റുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയില്ല, നമ്മളിൽ നിന്ന് ഓഷോവിനെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അതിനേക്കാൾ ജിത്തു കൃഷ്ണമൂർത്തിയെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഫിലോസഫർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും പറയും മുരളി ബാബു മാസ്റ്റർ ഫിലോസഫർ. മാസ്റ്റർക്ക് അവിടെ ഇരിക്കട്ടെ, ആത്മീയമായിട്ടുള്ള ഒരു ഫിലോസഫർ ജിത്തു കൃഷ്ണമൂർത്തി. ഓഷോ ഇപ്പുറത്തേക്ക്. കാരണം എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ, വാക്കിൻ്റെയും മൗനത്തിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ഭൗമവും അഭൗമവുമായ, ഭൗതികവും പിന്നെ ആത്മീയവുമായ സ്വരൈക്യത്തിലാണ്, ആ മിഡിൽ പാത്തിലാണ് മുരളി മാഷുടെ എല്ലാ ചിന്തകളും എന്നുള്ളത്. സംഗീതവും സാഹിത്യവും, പഴയ സംഗീതം സാഹിത്യം വിചാരത്തിൻ്റെ ആണെങ്കിൽ സംഗീതം അതിരോധാരമാണെന്ന് പറയുന്ന പോലെ ഇവിടെ മനുഷ്യത്വം കൂടി കലർത്തി, മൂന്നാമതൊരെണ്ണം കൂടി കലർത്തി എഴുതിയിരിക്കുക. ഇപ്പം മൺകാടുകളിലെ ഗ്രിഗറി ഇന്ന് ലോകത്തിലെ ആധുനിക ലോകത്ത് ഭരണകൂടങ്ങൾ ഒക്കെ തന്നെ അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ അടിപൊളിയുടെയും എല്ലാവരെയും അടിച്ചു പൊളിക്കാൻ പഠിപ്പിച്ച്, അതായത് എല്ലാ ലഹരിയുടെയും സെലിബ്രേഷനുകളുടെ ലഹരി കൊടുത്ത് മയക്കി കിടത്തിയാണ് അധികാരം മുഴുവൻ പിടിച്ചെടുക്കുന്നത്. മറ്റൊന്ന്, എൻ്റെ കാലുകളെ നിങ്ങൾക്ക് കീറി മുറിച്ച് പരിശോധിക്കും. പക്ഷെ ആ കാലുകൾ അടയാളപ്പെടുത്തിപ്പോയ കാൽപ്പാടുകളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ തൊണ്ട കീറി പരിശോധിക്കാം, പക്ഷെ അതിൽ നിന്നും ഉറവായ ഗാനങ്ങളെ പറ്റി, ഗാനങ്ങളെ വെളിപ്പെടുത്താൻ നിങ്ങൾക്കാവും. മുരളി ബാബുവിൻ്റെ കാൽപ്പാടുകളെ നമ്മൾക്ക് ഇപ്പോഴും വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് സംശയം. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ, ആ ഗ്രിഗറി എന്ന ആ മനുഷ്യനെ കളിയാക്കി പറഞ്ഞതോടുകൂടി ഇന്ന് ലോക ഭരണകൂടങ്ങൾ ഈ നഗരപിതാവിനെ പോലെ നുണകളിങ്ങനെ പറഞ്ഞുകൊണ്ട്, നൗം ചോംസ്കി പറയുന്ന പോലെ വാക്കുകൾ കൊണ്ട്, വലിയ വലിയ വാക്കുകൾ കൊണ്ട് സാധാരണ മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തുമ്പോൾ, പരിമാടിയെ പോലുള്ള സാധാരണ നാടകങ്ങൾ കൊണ്ട്, മഴക്കാടുകൾ കൊണ്ട്, അതുപോലെ തന്നെ ശ്രാദ്ധം കൊണ്ട്, ആര്യമ്പാടത്തിലെ ഓരോ മനുഷ്യനും തൻ്റെ മുഖം തന്നെയെന്ന് തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തി പോയ മനുഷ്യൻ ഈ പുതിയ കാലത്തിന്റെ നഗരപിതാവ് ചെയ്യുന്നത് ഏറ്റവും ശക്തമായ ഒരുപക്ഷെ ഒരു നല്ല സംവിധായകൻ ഉണ്ടായ മുരളി ബാബു മാഷ് തന്നെ ആ സിനിമ ഒരിക്കൽ അദ്ദേഹം പിടിച്ചു നിർമ്മിച്ചിരുന്നു എന്ന് നാം പറയുന്ന, നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള അവരുടെ പോലെയല്ല. അരവിന്ദനും അടൂർ ഗോപാലും ഡോക്ടർ വിജയും ഒക്കെ പറയുന്ന പോലെ ഒരു പേര് നമുക്ക് നിസ്സാരമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ
അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ദർശനങ്ങളെ ഒന്നും തന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത പോലെ എൻ്റെ കാലുകൾ, എൻ്റെ ഹൃദയം, എൻ്റെ തൊണ്ട, എൻ്റെ ചിന്ത ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. പക്ഷെ അത് കണ്ട കാഴ്ചകൾ, തലച്ചോറിൻ്റെ ഭാവനകൾ, അതിൻ്റെ സംഗീതങ്ങൾ, ആ കാൽവെപ്പുകൾ, അടയാളപ്പെടുത്തിപ്പോയ കാൽപ്പാടുകൾ നമുക്ക് തിരിച്ചറിയാൻ. കാരണം ഒരു വിവേകാനന്ദന് മാത്രമേ മറ്റൊരു വിവേകാനന്ദനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഒരു മാർക്സിന് മാത്രമേ മറ്റൊരു മാർക്സിനെ തിരിച്ചറിയാൻ പറ്റൂ. ആ ചിന്തയുടെ വേവ് ലെങ്ത്തിലേക്ക് നമ്മളും പതുക്കെ ഉയരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും മുരളി പാവമാഷ് നിത്യ അല്ലെങ്കിൽ ഹനിക്കാൻ പെടാത്തൊരു സൗന്ദര്യമായി, ഒരു ആത്മാവായി, ഒരു ചേതനയായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നാണ്. കാരണം മുരളി പാവമാഷ്ക്ക് ഇതേ അറിയും. വേറെന്താ അറിയോ ചോദിച്ചാൽ എഴുതുക, ചിന്തിക്കുക, എഴുതുക. അധികം സംസാരിക്കില്ല. സംസാരിക്കുകയാണെങ്കിൽ അതിമനോഹരമായി സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ഞാൻ പലപ്പോഴും മുരളി മാഷ് വിളിച്ചു കൊണ്ടുപോയി നാടകത്തെ പറ്റി ക്ലാസ്സിൽ. ഒരു പെർഫോമറാണ് അദ്ദേഹം, അസാമാന്യ ടീച്ചറാണ്. കുട്ടികളെ നാടകം ഇപ്പോൾ അതുപോലെ ഡോക്ടർ വൈലാവാസവൻ പിള്ള സാറ് അതുപോലെ ക്ലാസ് എടുക്കുന്നതാണ്. കാരണം അത് പറഞ്ഞ് ഹൃദയത്തിൽ ഏൽപ്പാൻ. അത് ഇവർക്കൊക്കെ വിക്ടറിനും അല്ലെങ്കിൽ റാഫിക്കും മൂപ്പനും അദ്ദേഹത്തിന് ജോസഫിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് പൂർണ്ണമായി ഒരു നാടകം, ഒരു സിനിമ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഒരു മരത്തെ സ്വപ്നം കാണാൻ പറഞ്ഞാൽ ഞാൻ നിർത്താം. സ്വപ്നം കാണാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ഈ കുട്ടികളോടൊക്കെ പറയുകയാണ്, ഒരു മരത്തെ നിങ്ങൾ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തടി, അതിൻ്റെ കൊമ്പുകൾ, ശാഖകൾ, ചില്ലകൾ, ഇലകൾ, പൂക്കൾ, കായകൾ ഒക്കെയാണ് മഹാഭൂരിപക്ഷം കാണുകയും. ശരി, പ്രിയപ്പെട്ട മുരളി പാവമാഷ് മരത്തെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ വേരുകളെ സങ്കല്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന നല്ല മനുഷ്യസ്നേഹിയായ, ഓരോ കഥകളും കഥാർസിസ് ആണ്. വിമലീകരണത്തിൻ്റെ പ്രക്രിയയിലേക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ പ്രേക്ഷക മനസ്സിനെ വിമലീകരിക്കുക എന്ന കലയുടെ മഹത്തായ ദൗത്യം, അവരെ പ്രചോദിപ്പിച്ച് ഉണർത്തി മുന്നോട്ട് നയിക്കുക എന്നത് ഓരോ കഥയും ഓരോ രചനയും കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ആ സമയത്ത് കബീർ പറഞ്ഞ പോലെ ലോകത്തിലെ ചീത്തയായ മനുഷ്യനെ അന്വേഷിക്കാത്തൊരു മനുഷ്യൻ, ഡയോജനീസ് നല്ല മനുഷ്യനെ അന്വേഷിച്ച് പോയപ്പോൾ കബീർ അന്വേഷിച്ചത് ഏറ്റവും ചീത്തയായ മനുഷ്യനെയായിരുന്നു. പുറത്തെവിടെയും ചീത്തയായ മനുഷ്യനെ കാണാതായപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ച് താനാണ് എപ്പോഴും ചീത്ത എന്ന് വിചാരിച്ച് അതിനെ വിമലീകരിക്കാനുള്ള ശ്രമം എപ്പോഴും നിരന്തരം നടത്തിക്കൊണ്ട് ഇരുന്ന കബീർ പോലെ ചിന്തിച്ചിട്ടുള്ള ഒരു പ്രതിഭാശാലിയായ, കമ്പാഷനുള്ള, നിരുപാധിക സ്നേഹം, നോട്ട് പാഷൻ, സ്വാർത്ഥത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, ആ കാര്യമൊന്നും പറയാൻ നേരില്ല. അങ്ങനെയല്ല, തന്നെയും തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെയും മനുഷ്യത്വത്തിൻ്റെ പരമോന്നതിയിലേക്ക്, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറയുക മാത്രമല്ല, അതിനുവേണ്ടി തൻ്റെ എഴുത്തുകൾ, വിഷക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, എഴുതാതിരിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ ആ മനുഷ്യൻ, ആ സഹോദരന് പറ്റുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.